വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. ഇവരാണ് കൊല ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 28-കാരനായ വൈരമുത്തുവിനെയാണ് കാമുകിയുടെ സഹോദരന്മാർ ഉൾപ്പെട്ട സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, ദുരഭിമാനക്കൊല എന്ന നിലയ്ക്കാണോ കണക്കാക്കുന്നത്? ദിവിഷ, തീർച്ചയായിട്ടും ഇത് ദുരഭിമാനക്കൊല തന്നെയാണ്. തമിഴ്നാട്ടിൽ ഈ അടുത്തിടെ ഈ ദുരഭിമാനക്കൊലകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അതിലെ ഒടുവിലത്തേരിയാണ് ഈ 28 വയസ്സുകാരനായിട്ടുള്ള ഈ വൈരമുത്തു. ഈ വൈരമുത്തു മാലിനി എന്ന് പറയുന്ന പെൺകുട്ടിയും കഴിഞ്ഞ 10 വർഷമായി പ്രണയത്തിലാണ്. ഇതിനെ തുടർന്ന് ഇവർ വിവാഹിതരാവാൻ തീരുമാനിക്കുന്നു. ഇത് വീട്ടുകാർ എതിർക്കുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. അതായത് അമ്മയും മിശ്ര വിവാഹം കഴിച്ച, അതായത് 2 ജാതിയിൽപ്പെട്ടവരാണ് ഈ മാലിനിയുടെ അച്ഛനും അമ്മയും. അതിൽ അച്ഛൻ ദളിത് വിഭാഗവും അമ്മ ചെട്ടിയാർ വിഭാഗവുമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഒരുപാട് അനുഭവിച്ചു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്റെ മകൾക്കുണ്ടാകരുത് എന്നുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ ബന്ധത്തെ എതിർക്കാൻ ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും പുറത്തൊക്കെ ഇടപെട്ട് അനുരഞ്ജന ചർച്ചയൊക്കെ നടത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു അനുരഞ്ജനം ഉണ്ടായില്ല. തുടർന്നാണ് ഈ പെൺകുട്ടി ഈ യുവാവിനൊപ്പം പോകുന്നത്. ഇതിൽ പ്രകോപിതരായി ഈ യുവാവിനെ ഈ സംഘം, അതായത് ഈ പെൺകുട്ടിയുടെ സഹോദരന്മാർ ഉൾപ്പെടുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അമ്മയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്മയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏതായാലും ഈ പുതിയ കാലത്തും ഇത്തരത്തിൽ ജാതി വെറി മൂലം ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നത് വല്ലാത്ത ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. സംഭവത്തിൽ ഏതായാലും നിലവിൽ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 2 സഹോദരന്മാർ, അമ്മ, അതുപോലെ തന്നെ ഇവരെ കൊലപാതകത്തിന് സഹായിച്ച മറ്റ് 2 സുഹൃത്തുക്കൾ ഉൾപ്പെടെ 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ശരി. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. മയിലാടുതുറയിലാണ് 28-കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്.